ജേർണലിസ്റ്റിലേക്ക് ചങ്കൂറ്റമുള്ള ഒരു ആഭ്യന്തരമന്ത്രി, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന ഒരു ആഭ്യന്തരമന്ത്രി, കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന് ഇല്ലാതെ പോയൊരു ആഭ്യന്തരമന്ത്രി, അതാണ് രമേശ് ചെന്നിത്തല. അർജുനായങ്കിയുടെ അറസ്റ്റോടെ കേരളം ഒറ്റക്കെട്ടായി നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നോക്കി കൈയടിക്കുകയാണ്. സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. ഇവിടെ എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവം എന്ന് കരുതുക. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയിലും. ഇത്രയും പവർഫുള്ളായി ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന പ്രതികരിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി ഉള്ളപ്പോൾ മലയാളികളെ നമ്മൾ എന്തിനാണ് ഇനി ഭയക്കുന്നത്? ഇങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രിയെയാണ് കേരളം ഇത്രയും കാലം കാത്തിരുന്നത്. ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും ലഹരി മാഫിയയുടെയും ഒക്കെ പേടി സ്വപ്നമായി മാറാൻ തക്ക കരുത്തും ചങ്കൂറ്റവുമുള്ള ഒരു ആഭ്യന്തരമന്ത്രിയെ കേരളം കഴിഞ്ഞ 10 വർഷമായി തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പിണറായി എന്ന ആഭ്യന്തരമന്ത്രി ഒരു ആഭ്യന്തര വാഴയാണെന്ന് സ്വന്തം പാർട്ടിക്കാർ പോലും അന്ന് തുറന്നു പറഞ്ഞിരുന്നു. ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ 10 വർഷമായി തികഞ്ഞ പരാജയമായിരുന്നു. പോലീസിന്റെ ഒത്താശയോടെ കൊടും ക്രിമിനലുകളും ലഹരി മാഫിയയും അഴിഞ്ഞാടി അത്രമേൽ മലീമസമായിരുന്നില്ലേ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം? അതിനൊരു സഡൻ ബ്രേക്കും സഡൻ ചേഞ്ചുമല്ലേ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഇച്ഛാശക്തിയുള്ള നിലപാടുകളോടെ ഇപ്പോൾ കൈവന്നിരിക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഇനി ഒരു ചെറിയ രാഷ്ട്രീയ കാര്യം കൂടി ചേർത്ത് പറയാം. പിണറായി വിജയൻ കഴിഞ്ഞാൽ അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയാകുമെന്നായിരുന്നു എല്ലാവരും കണക്കാക്കിയിരുന്നത്. ആ കണക്കുകൂട്ടലിൽ ഒരു തെറ്റുമുണ്ടായിരുന്നില്ല. കാരണം ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിൽ തലയെടുപ്പുള്ള ഒരേ ഒരു നേതാവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് സാക്ഷാൽ രമേശ് ചെന്നിത്തല തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പോലും മുഖ്യമന്ത്രി കസേരയ്ക്ക് പരിഗണിക്കപ്പെട്ട നേതാവായിരുന്നു രമേശ് ചെന്നിത്തല എന്ന കാര്യവും നമ്മൾ മറന്നുകൂടാ. 2016 തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായപ്പോൾ ഉമ്മൻചാണ്ടി ചെന്നിത്തലയ്ക്ക് വഴിയൊരുക്കി സ്വയം ഒഴിഞ്ഞു പോവുകയായിരുന്നു. ചെന്നിത്തല സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവായി. 2021 പതിവ് പോലെ UDF ആയിരുന്നു അധികാരത്തിലെത്തിയിരുന്നത് എങ്കിൽ ചെന്നിത്തലയാകുമായിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ UDFന്റെ സർവ്വ കണക്ക് കൂട്ടലുകളും അട്ടിമറിച്ച് പിണറായി വിജയൻ തുടർഭരണത്തിലെത്തി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും അണികളുടെയും ആരാധകരുടെയും വെറുപ്പിന് പാത്രമായതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം അന്ന് ഒഴിയേണ്ടി വന്നു. സ്വാഭാവികമായും ചെറുപ്പക്കാരുടെ പ്രതീക്ഷയായ DCC പ്രസിഡന്റ് പോലും ആയിട്ടില്ലാത്ത, KSUയിൽ പോലും ഒരു ഉന്നത സ്ഥാനവും അലങ്കരിച്ചിട്ടില്ലാത്ത VD സതീശൻ അങ്ങനെ രംഗപ്രവേശം ചെയ്തു. VD സതീശൻ ആ പദവിയിലെത്തുമ്പോൾ സോണിയാഗാന്ധി ഉറപ്പ് കൊടുത്തതാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ നേതാവ് ചെന്നിത്തല തന്നെയാകുമെന്ന്. എന്നാൽ 5 വർഷം കൊണ്ട് VD സ്വന്തം നിലയിൽ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം പാർട്ടിക്ക് അതീതമായി വലിയ പ്രചാരണങ്ങളാണ് നടത്തിയത്. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയെയും കേരളത്തിലെ ജനതയെയും കയ്യിലെടുത്ത് മറ്റൊരു എതിരാളിയും ഇല്ലാത്ത വിധം മുഖ്യമന്ത്രി കസേരയുടെ അവകാശിയായി VD മാറുകയായിരുന്നു. ഇത് ചെന്നിത്തലയ്ക്കുണ്ടാക്കിയ വേദനയും നിരാശയും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആദ്യം പിണക്കത്തോടെ ഇരുന്നുവെങ്കിലും അത് രാഷ്ട്രീയ പിശകാകുമെന്ന് തിരിച്ചറിഞ്ഞ് രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലെ 2ാമനായി ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിച്ചു. അവിടെ മുതൽ കേരളത്തെ ഞെട്ടിക്കുന്ന അത്യുഗ്രൻ പ്രവർത്തനങ്ങളും പെർഫോമൻസുമാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഓപ്പറേഷൻ തൂഫാൻ എന്നൊരൊറ്റ ക്യാമ്പയിനിലൂടെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സർവ്വ മലയാളികളുടെയും ഹൃദയം കീഴടക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു. സ്ഥാനം കൊണ്ട് മന്ത്രിസഭയിലെ 2ാമനാണെങ്കിലും പ്രവൃത്തി കൊണ്ടും ജനപിന്തുണ കൊണ്ടും ഈ മന്ത്രിസഭയിലെ 1ാമനാകാൻ ചെന്നിത്തലയ്ക്ക് അതിവേഗം കഴിഞ്ഞു. ശരിയല്ലേ? മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ വെച്ച് ഒരു വീട്ടമ്മ ഹൃദയവേദനയോടെ പണ്ട് ചെന്നിത്തലയോട് ചോദിച്ച ചോദ്യത്തിന് അന്ന് തന്നെ ചെന്നിത്തല പറഞ്ഞിരുന്നു, തനിക്കിനി ഒരു അവസരം കൂടി കിട്ടിയാൽ ആദ്യത്തെ നടപടി ലഹരി വേട്ടയാകുമെന്ന്. ആ വാക്കാണ് കാലങ്ങൾക്കിപ്പുറം ചെന്നിത്തല പാലിച്ചുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകുന്നത്. പിണറായി അധികാരത്തിൽ വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ലഹരി മാഫിയ ഗ്രാമങ്ങളിലേക്ക് പോലും അതിവേഗം പടർന്നു പിടിച്ചത് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ്.
ഇതെല്ലാം തിരിച്ചറിഞ്ഞ ചെന്നിത്തല അധികാരമേറ്റ ഉടനെ ഇതിനുള്ള കൃത്യമായ ശുദ്ധികലശമാണ് ആരംഭിച്ചത്. 10,000-ലധികം പേരെ ഇതോടകം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞു. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു പോലീസ് സേന ഇവിടെയുണ്ട് എന്ന് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ ചെന്നിത്തലയ്ക്ക് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് കഴിഞ്ഞു. പെരുമ്പാവൂർ പോലെ ഒരു നഗരത്തിൽ പരസ്യമായി ലഹരി വിൽപ്പന നടന്നിരുന്നൊരു കാലം നമ്മൾ ഓർക്കണം. ഇതര സംസ്ഥാന തൊഴിലാളികൾ അവിടെ തമ്പടിച്ച് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഹരി ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവരുടെ ഒരു മാർക്കറ്റാക്കി അവർ പെരുമ്പാവൂരിനെ മാറ്റി. പരസ്യമായി മദ്യപാനവും ലഹരി വിൽപ്പനയും, എന്തിനേറെ സ്ത്രീകളെ വിലപേശി വിൽക്കുന്നത് പോലും പെരുമ്പാവൂരിൽ പതിവ് സംഭവങ്ങളായി. അതിനെ നേരിടാൻ നാട്ടുകാർ രംഗത്തെത്തിയിട്ടും ലഹരി മാഫിയയോ പോലീസോ അതിന് സമ്മതിച്ചില്ല. പോലീസിന് വാസ്തവത്തിൽ ഈ മാഫിയയെ പേടിയായിരുന്നു. അവിടേക്കാണ് ചെന്നിത്തല നെഞ്ചുവിരിച്ച് നേരിട്ട് ഇറങ്ങിച്ചെന്നത്. സംസ്ഥാനത്ത് ഒരു ആഭ്യന്തരമന്ത്രിയും ഇതുവരെ ചെയ്യാത്ത സിനിമാറ്റിക് സൂപ്പർ ഹീറോ ഇടപെടൽ തന്നെയായിരുന്നു അത്. അങ്ങനെ ആ പെരുമ്പാവൂർ പോലും ഇപ്പോൾ നിയന്ത്രണ വിധേയമായി കഴിഞ്ഞു. ലഹരി മാഫിയയുടെ അടിവേര് തന്നെ മാന്തി ഓപ്പറേഷൻ തൂഫാൻ അവസാനിപ്പിക്കാതെ രമേശ് ചെന്നിത്തല അതിശക്തമായി മുന്നോട്ട് പോകുന്നു. ലഹരി മാഫിയയെ തകർക്കുമ്പോൾ അതിൻ്റെ തുടർചലനം ആദ്യം എത്തുന്നത് ഗുണ്ടാ സംഘങ്ങളിലാണ്. കാരണം നാടുനീളമുള്ള ഗുണ്ടാ സംഘങ്ങളാണ് ലഹരി കച്ചവടത്തിൻ്റെ പ്രധാന സംരക്ഷകർ. ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാൻ ഗുണ്ടാ സംഘങ്ങളെ വിറപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിലെ ഗുണ്ടാ സംഘങ്ങളുടെ ഭാഗമായ CPM-ന്റെ തണലിൽ സ്വർണ്ണക്കടത്തും സ്വർണ്ണ പിടിച്ചുപറിയും ഒക്കെ ശീലമാക്കിയ CPM-കാരെ തൊട്ടാൽ അപ്പോൾ ചോര തിളച്ച് രംഗത്തെത്തുമെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള അർജുൻ ആയങ്കി രംഗപ്രവേശം ചെയ്യുന്നത്. ഏത് ഗുണ്ടയും ചെയ്യാത്ത വിധത്തിൽ പോലീസിൻ്റെ പേരെടുത്തു പറഞ്ഞ് നിന്നെയൊക്കെ തീർത്തു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി ആയങ്കി രംഗത്ത് വന്നു. ഒന്നല്ല 2 പോലീസ് ഇൻസ്പെക്ടർമാരെ തീർത്തു കളയുമെന്നാണ് ആയങ്കി പരസ്യമായി ഭീഷണിപ്പെടുത്തിയത്. സോഷ്യൽ മീഡിയയെ അതിൻ്റെ ഉപകരണമായി ഉപയോഗിച്ച് ആയങ്കി പോരടിക്കാൻ ഇറങ്ങിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് പോലീസാണ്. ആയങ്കിയെ പൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പോലീസിന് ഗുണ്ടകളെയോ ലഹരി മാഫിയയോ തൊടാൻ കഴിയില്ല. ചെന്നിത്തലയ്ക്ക് കാര്യത്തിൻ്റെ ഗൗരവം കൃത്യമായി പിടികിട്ടി. പ്രത്യേകിച്ച് പോലീസ് ഇൻസ്പെക്ടർക്ക് നേരിട്ട് നീ എന്നെ പിടിക്കുമെങ്കിൽ പിടിക്കട എന്ന് പറഞ്ഞ് ഭീഷണി സന്ദേശം അയച്ചപ്പോൾ മുതൽ ഞാൻ നിങ്ങളോട് കീഴടങ്ങാം, സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടും നിനക്കെന്നെ വന്ന് പിടിച്ചേ മതിയാകൂ എന്നുണ്ടെങ്കിൽ നീ എന്നെ വന്ന് പിടിക്ക്, നീ ഇനി വന്ന് പിടിച്ചിട്ടുണ്ടാക്കിയാൽ മതി. ഞാൻ ഏതായാലും ഹൈക്കോടതിയെ സമീപിക്കും. ഞാൻ നിർത്തണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇനി ഞാൻ ജാമ്യം എടുത്തിട്ടേ വരുന്നുള്ളൂ. അതിനു മുമ്പേ നിനക്കെന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ നീ പിടിക്ക് എന്നൊക്കെയാണ് ഒരു കൊടും ക്രിമിനൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നോക്കി അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ശക്തമായി വെല്ലുവിളിച്ചത്. ഇത് കേരളത്തിൽ നടക്കാൻ പാടുള്ളതല്ല എന്ന് ആഭ്യന്തരമന്ത്രി അതോടുകൂടി തീരുമാനിച്ചു. അതിനിടയിൽ ഒരു പടി കൂടി കടന്ന് ആയങ്കി സാക്ഷാൽ ആഭ്യന്തരമന്ത്രിയെ തന്നെ വെല്ലുവിളിച്ചു. ഇത് പോലീസിന് മാത്രമല്ല സർക്കാരിനും വെല്ലുവിളിയും തലവേദനയുമായി. അതുകൊണ്ടാണ് ഇനി കാണാൻ പോകുന്നത് എന്താണ് എന്ന് കണ്ടറിഞ്ഞോളൂ എന്ന് ചെന്നിത്തല മറുപടി കൊടുത്തത്. ഗുണ്ടകളെ കൈകാര്യം ചെയ്യാൻ ശക്തമായ നടപടി എടുത്തുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ എന്നാൽ ധൈര്യമുണ്ട്, എന്നെ പിടിച്ചോളൂ എന്ന് പറയുന്നവരെ നിങ്ങൾ നോക്കിയാൽ മതി ഇനി എന്താണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി. സിനിമയിലൊക്കെ കാണുന്ന രോമാഞ്ചം നിറയുന്ന സീൻ. രമേശ് ചെന്നിത്തല ഇങ്ങനെ പറഞ്ഞത് വെറും ഒരു വീരവാദമായിരുന്നില്ല എന്ന് ഇപ്പോൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നു. കേവലം ഒരു ഗുണ്ടയെ അടിച്ചമർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ താൻ ഈ ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് എന്ത് കാര്യമെന്ന് ചോദിച്ച് ചെന്നിത്തല പോലീസിന്റെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. ഉറക്കം പോലും ഉപേക്ഷിച്ച് പോലീസിന് പിന്തുണയും ധൈര്യവും നൽകി ഈ ഓപ്പറേഷന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി സകല തിരക്കുകളും ഉപേക്ഷിച്ച് കൂടെ ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് പ്രിയപ്പെട്ടവരെ. ക്രിമിനലുകളെ നിലയ്ക്കു നിർത്താനും പൂട്ടാനും ഏതറ്റം വരെയും പോകാനും സന്നദ്ധനായ ഒരു ആഭ്യന്തരമന്ത്രി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കും ഒരു ആവേശം തോന്നുന്നില്ലേ? അതാണിന്ന് കേരളം മുഴുവൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈയടിക്കുന്നതിൻ്റെ പ്രധാന കാരണം. പോലീസിനെ വെട്ടിക്കാൻ വേണ്ടി VPN സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റ് ഇട്ടുകൊണ്ട് അതീവ സുരക്ഷിതമെന്ന് കരുതിയ രഹസ്യ താവളത്തിൽ കഴിയുന്ന ആയങ്കിയെ നാടകീയമായ ഓപ്പറേഷനിലൂടെ പോലീസ് അതിവേഗം കീഴടക്കി. ഓപ്പറേഷൻ തൂഫാൻ മോഡലിൽ അതിന് സമാന്തരമായി ഗുണ്ടകളെ ഇല്ലാതാക്കാൻ
ഓപ്പറേഷൻ ഗ്രിപ്പ് ആരംഭിച്ചതിൻ്റെ ആദ്യ വിജയം തന്നെയാണിത്. ഇത് ഗുണ്ടായിസം നടത്തുന്ന സകലർക്കുമുള്ള വ്യക്തവും ശക്തവുമായ താക്കീത് തന്നെയാണ്. ഇടത് സർക്കാരിൻ്റെ അവസാന കാലത്ത് ആരംഭിച്ചതാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് പദ്ധതിയെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശക്തിപ്പെട്ട ഗുണ്ടകളെ ഒതുക്കാൻ വേണ്ടിയായിരുന്നു ഈ പദ്ധതിയെങ്കിലും ഗുണ്ടകൾ ഭരിക്കുന്നവരുടെ തണലിലായിരുന്നത് കൊണ്ട് പോലീസിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, പിണറായിയുടെ കാലത്തെ ആഭ്യന്തരം അത് ജനങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒന്ന് തന്നെയായിരുന്നു, തൃപ്തിയില്ലാത്ത ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുണ്ടകളെ ഒതുക്കാൻ പറഞ്ഞവർ തന്നെ ഗുണ്ടകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന സാഹചര്യത്തിൽ ആ പദ്ധതി നിശ്ചലമായി പോവുകയായിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചപ്പോൾ ക്രമസമാധാന ചുമതലയിലുള്ള ADGP P. വിജയൻ പറയുന്നു, ഓപ്പറേഷൻ ഗ്രിപ്പ് കൂടി സമാന്തരമായി ശക്തിപ്പെടുത്തണം, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഫലപ്രദമാകൂ എന്ന്. അങ്ങനെ ഓപ്പറേഷൻ ഗ്രിപ്പ് അതിശക്തമായി നടപ്പിലാക്കാൻ തീരുമാനമെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഗുണ്ടാ സംഘങ്ങൾക്ക് വിറളി പിടിക്കുന്നതും ആയങ്കി രംഗത്തിറങ്ങുന്നതും. ഇതോടുകൂടി ചെന്നിത്തല ഉത്തരവിട്ടു, ഈ ഓപ്പറേഷൻ ഗ്രിപ്പ് ശക്തിപ്പെടുത്താൻ ആദ്യം പിടികൂടേണ്ടത് ആയങ്കിയെയാണ്. ആയങ്കിയെ പിടികൂടിയില്ലെങ്കിൽ ഗുണ്ടകൾ അഴിഞ്ഞാടും. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ ആയങ്കിയെ എന്ത് വില കൊടുത്തും പിടിക്കുക. ഇതിൻ്റെ ഭാഗമായി പറഞ്ഞതാണ് ആവശ്യമെങ്കിൽ വെടിവെച്ചാലും കുഴപ്പമില്ല എന്ന്. പിന്നീട് അത് നിഷേധിക്കേണ്ടി വന്നത് ആയെങ്കിൽ അത് മുതലെടുക്കുകയും അനുകൂലമായ ഒരു തരംഗമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന സൂചന വരുമ്പോഴാണ്. അത് നിഷേധിച്ചുവെങ്കിലും അടിയന്തര സാഹചര്യമാണെങ്കിൽ എന്തു വേണമെങ്കിലും ചെയ്തോളൂ എന്ന് ആഭ്യന്തരമന്ത്രി പോലീസിനോട് പറഞ്ഞു എന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുണ്ടകളെ നിലയ്ക്കു നിർത്തണം എന്ന ശക്തമായ നിലപാടുള്ളത് കൊണ്ട് തന്നെയാണത്. ചെന്നിത്തല വിചാരിച്ചതുപോലെ തന്നെ ആയങ്കിയെ ഞൊടിയിടയിൽ പിടികൂടി. ഓടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ പാളിപ്പോയി. പോലീസിന് മുന്നിൽ മുട്ടുവിറച്ച് കൈവിലങ്ങുകൾ അണിഞ്ഞ് ആയങ്കിക്ക് സഞ്ചരിക്കേണ്ടിയും വരുന്നു. ഇത് സകല ഗുണ്ടകൾക്കുമുള്ള ചെന്നിത്തലയുടെ അതിശക്തമായ താക്കീതു തന്നെയാണ്. കേരളം ഇനി ഗുണ്ടകളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും പറുദീസയായി ഒരിക്കലും മാറില്ല. സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥമായി പണിയെടുക്കാൻ ചങ്കുറപ്പുള്ള ഒരു ആഭ്യന്തരമന്ത്രി ഇന്ന് ഈ നാട്ടിലുണ്ട്. അത് കേരളം ഒറ്റക്കെട്ടായി അംഗീകരിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു. ആരും നിയമത്തിന് അതീതരല്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് നിയമത്തെ വെല്ലുവിളിക്കാൻ ആരെയും ഈ സംസ്ഥാനത്ത് അനുവദിക്കുന്ന പ്രശ്നമില്ല. പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിച്ച് രംഗത്തിറങ്ങിയ ആയങ്കിയെ നിഷ്പ്രയാസം പിടികൂടിയതോടെ ഗുണ്ടകൾ അക്ഷരാർത്ഥത്തിൽ മാളത്തിൽ ഒഴിച്ചു കഴിഞ്ഞു. പക്ഷെ പോലീസ് സ്റ്റേഷനുകൾക്ക് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി. റൗഡി ലിസ്റ്റും ഗുണ്ടാ ലിസ്റ്റും ഉടൻ പരിശോധിക്കണം. ഇപ്പോഴും സജീവമായി ഉള്ളവരെയൊക്കെ കയ്യോടെ പിടികൂടണം. ഒരുത്തനെയും വെറുതെ വിടരുത്. ആവശ്യമെങ്കിൽ എല്ലാത്തിനെയും കാപ്പ ചുമത്തി ജയിലിലടക്കണം. ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്ന സന്ദേശം കൃത്യവും വ്യക്തവുമാണ്. പ്രിയപ്പെട്ടവരെ, ഗുണ്ടകളെയും ലഹരി മാഫിയയും ഒതുക്കിയാൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് ക്രമസമാധാനം പഴയ നിലയിലേക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അങ്ങനെ പോലീസിന് പഴയ നിലയിലേക്ക് ക്രമസമാധാനം തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായി അറിയാം. ഈ രണ്ട് സംഭവങ്ങളോടെ രമേശ് ചെന്നിത്തല ഒരു സൂപ്പർ ഹീറോ ആയി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആയെങ്കിൽ പിടിയിലായതിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ എഴുതിയത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് വിജയൻ എന്നല്ല, ചെന്നിത്തല എന്നാണ്, രമേശ് ചെന്നിത്തല എന്ന്. എന്നിട്ട് പോലീസിനെയും ചെന്നിത്തലയെയും ആയെങ്കിൽ വെല്ലുവിളിച്ചതും ചെന്നിത്തല അതിന് മറുപടി പറഞ്ഞതും ഒടുവിൽ ആയെങ്കിൽ അറസ്റ്റിലായതും ഒക്കെ ചേർത്ത് വീഡിയോകൾ സംയോജിപ്പിച്ചാണ് രാഹുൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത്. ലക്ഷക്കണക്കിന് പേരാണ് അത് നിമിഷ നേരം കൊണ്ട് ഏറ്റെടുത്തത്. സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയയിലും ജനമനസ്സുകളിലുമൊക്കെ അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് ആർപ്പുവിളികൾ ഉയരുകയാണ്. ആ ആഭ്യന്തരമന്ത്രി കളം നിറഞ്ഞാടുകയാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ നാടിനു വേണ്ടി മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടി കാണിക്കാത്ത മിടുമിടുക്കനായ അത്യുഗ്രൻ ആഭ്യന്തരമന്ത്രിയെ കിട്ടിയതിൻ്റെ ത്രില്ലിലാണ് കേരളം ഒറ്റക്കെട്ടായി ഇപ്പോൾ.